ഓണത്തിന് ഇലയിടാറായിട്ടില്ല. പക്ഷേ അതിർത്തി കടന്ന് വാഴയില എത്തി തുടങ്ങി. ഇത്തവണ വില കൂടുതലുമാണ്. അത്തമെത്തിയപ്പോൾ തന്നെ ഒരു തൂശനില വില 6 രൂപയിലെത്തി. തിരുവോണമാകുമ്പോൾ അത് 10 രൂപയ്ക്ക് മുകളിൽ എത്തുമെന്ന് ഉറപ്പാണ്. ഓണസദ്യ കഴിക്കുന്നത് മലയാളിയാണെങ്കിലും ഇലയെത്തുന്നത് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം വരെ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, കമ്പം എന്നിവിടങ്ങളിൽ നിന്നാണ് വാഴയിലകൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ മൈസൂരു, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്നു. അതിർത്തി കടന്നെത്തുന്ന ഇലയുടെ ഗുണനിലവാരം കുറവാണ്. കമ്പം ഭാഗത്തു നിന്ന് വൻതോതിൽ ഇലകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇലയുണ്ടെങ്കിൽ വില നൽകിയെടുക്കാൻ തയ്യാറാണെന്ന് കമ്പത്തെ മൊത്ത വ്യാപാരികൾ കേരളത്തിലെ കേറ്ററിംഗ് യൂണിറ്റുകളെ അറിയിച്ചിട്ടുണ്ട്. 10 ഇല വാങ്ങിയാൽ 6 എണ്ണം മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ബാക്കി കീറിപ്പോയ അവസ്ഥയിലായിരിക്കും. ഇല നന്നായി തുടച്ച ശേഷം വേണം ഓണസദ്യ വിളമ്പാൻ. പക്ഷേ തുടച്ചു വൃത്തിയാക്കുമ്പോൾ പല ഇലകളും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാകും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇലയുടെ വരവ് ഇത്തവണ കുറഞ്ഞു. കനത്ത മഴയിൽ വാഴകൃഷി നശിച്ചതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴയിലയുടെ വരവില്ലാതാക്കിയത്. കേരളത്തിൽ നിന്ന് നാമമാത്രമായാണ് വാഴയില എത്തുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. പ്രധാനമായും പെരുമ്പാവൂർ, പിറവം, തിരുവാണിയൂർ മേഖലയിൽ നിന്നാണ് വാഴയിലയുടെ വരവ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നല്ല നിറവും വീതിയുമുള്ള തേൻ വാഴയിലയ്ക്കാണ് വില കൂടുതൽ. ഞാലിപ്പൂവൻ വാഴയുടെ ഇലയാണ് പ്രധാനമായും സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. കണ്ണൻ, പാളയം കോടൻ ഇലകൾക്കും നല്ല ഡിമാൻഡാണ്. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷം നടക്കുന്നതിനാൽ ഇലയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.